എല്ലാവർക്കും സുഖമാണോ? ആം, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് വാസ്ലിൻ കൊണ്ട് ചെയ്യാവുന്ന 3 മാജിക് ട്രിക്കാണ് കേട്ടോ. ഇത് അവസാനം വരെ കണ്ടാലോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അവസാനം വരെ ഈ വീഡിയോ കാണണം. ഇതുവരെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു. കൂടുതലായിട്ട് ഹെൽത്ത് ടിപ്സ്, ബ്യൂട്ടി ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഗ്ലോ വിത്ത് ഗ്രേസ്, ബ്യൂട്ടി ടിപ്സ്, സീക്രട്സ്. ഓക്കെ, എന്നാൽ നമുക്ക് തുടങ്ങാം അല്ലേ? ആദ്യമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വാസ്ലിൻ കൊണ്ട് എന്തെല്ലാം ചെയ്യാവുന്ന കേട്ടോ. ഇത് അവസാനം വരെ ഇരിക്കണം. ഒന്നാമത് വളരെ ചീപ്പായിട്ട് സുലഭമായിട്ട് കിട്ടാവുന്ന പെട്രോളിയം ജെല്ലി, പുരാതനമായ ഒരു സ്കിൻ കെയറിൻ്റെ ഏറ്റവും ഫലപ്രദമായ ഒരു പെട്രോളിയം ജെല്ലി. വളരെ അഫോർഡബിളാണ്, എക്സ്പെൻസീവ് ഒന്നുമില്ല. നിങ്ങൾ ഈ ബ്യൂട്ടി മാർക്കറ്റിൽ എക്സ്പെൻസീവ് ഐറ്റം ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇത് ഫോളോ ചെയ്താൽ കേട്ടോ. പിന്നെ അടുത്ത ഇൻഗ്രീഡിയൻസ് ആണ് നാരങ്ങ കേട്ടോ. പിന്നെ വളരെ വീട്ടിലുള്ളത് സുലഭമായിട്ട് കാണുന്നതാണ് ടൂത്ത് പേസ്റ്റ്. പിന്നെ സിനമൺ, ഇതിൻ്റെ സ്റ്റിക്സാണിത്, പക്ഷേ ഇത് പൗഡർ ആക്കണം കേട്ടോ. അത് ഞാൻ പറയാം, എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ഇത് പരീക്ഷിച്ച് നോക്കണം. തുടർച്ചയായിട്ട് പരീക്ഷിച്ച് നോക്കിയിട്ട് 1 മാസം 2 മാസമെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇടണം, ഇത് ഫലപ്രദമായോ ഇല്ലയോ എന്ന് കേട്ടോ. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വരുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ പറയുന്ന എൻ്റെ വീഡിയോയിൽ പറയുന്ന എല്ലാ സംഗതികളും ഞാൻ പരീക്ഷിച്ച് എൻ്റെ സ്കിന്നിന് അപ്ലൈ ചെയ്തിട്ടുള്ള ഐറ്റംസാണ്. എൻ്റെ സ്കിന്ന് ഒത്തിരി ഡ്രൈ, ഫ്ലേക്കി ഒക്കെ ആയിരുന്നു. പക്ഷേ ഈ സിമ്പിൾ ഐറ്റംസ്, വില കുറഞ്ഞ ഐറ്റംസ് വീട്ടിൽ പരീക്ഷിച്ചിട്ട് ഫലം കണ്ടതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വരുന്നത് കേട്ടോ. ഒന്നാമത്തേത് നാരങ്ങയും വാസ്ലിൻ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പ്. ശകലം വാസ്ലിന് അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വാസ്ലിൻ എടുക്കുക. അതിൻ്റെ കൂടെ നാരങ്ങ നീര് കേട്ടോ. നിങ്ങൾക്ക് എന്തേരം വേണോ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണ് എടുക്കാം കേട്ടോ. ഇത് 2-3 ഡ്രോപ്പ് നാരങ്ങ സ്ക്വീസ് ചെയ്ത്, പറ്റുന്നത്ര നാരങ്ങ, ഈ ഹാഫ് ലെമണിൻ്റെ നാരങ്ങ അത്രയും സ്ക്വീസ് ചെയ്യുക കേട്ടോ. ഒരു ചെറിയ പാത്രത്തിൽ സ്ക്വീസ് ചെയ്ത് രണ്ടും ഈ മിശ്രിതം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ബോയിൽ ചെയ്തിരിക്കുന്ന ഒരു പോട്ടിൻ്റെ അകത്തോട്ട് ഈ മിശ്രിതം, ബോയിലിൻ്റെ ചെയ്യാവുന്ന അകത്ത് വെക്കാവുന്ന ഒരു പാത്രം എടുക്കാവുള്ളൂ. ഈ മിശ്രിതം വാസ്ലിനും ഈ നാരങ്ങാനീരുമായിട്ടുള്ള മിശ്രിതം ഒരു ക്രീം ആകുന്ന വരെ ഇളക്കുക കേട്ടോ. ബോയിൽ ചെയ്യുന്ന പാത്രത്തിൻ്റെ അകത്ത് ഈ മിശ്രിതം വേറെ ചെറിയ പാത്രത്തിൽ കമഴ്ത്തി വയ്ക്കുക. ഗ്ലാസ് കണ്ടെയ്നർ ആയാലും മതി. അത് നല്ലപോലെ മിക്സ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ വാസ്ലിനും നാരങ്ങാനീരും കൂടെ നല്ലപോലെ ഒന്ന് ഉരുക്കുക. മൃദുവായ ക്രീം ആവുമ്പോൾ നമ്മുടെ സ്കിന്നിൽ പുരട്ടുക. ഇത് സ്കിന്നിന് ഒരു നനവും ഗ്ലോ തരും. ഇത് ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ സ്കിന്നിന് ഫലപ്രദമായ ഒരു ഹാൻഡ്സ്, ലെഗ്സിലെല്ലാം ഞാൻ അപ്ലൈ ചെയ്ത് നോക്കി. ഇത് ഫലപ്രദമായൊരു മിശ്രിതമാണ് കേട്ടോ. ഇത് വേണമെങ്കിൽ ആഴ്ചയിൽ 1 ദിവസമൊക്കെ ഈ ക്രീം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാം. പിന്നെ നമ്മൾ കണ്ണാടി ഉപയോഗിക്കുന്നവർക്ക് കണ്ണാടി ക്ലീൻ ചെയ്യാൻ വാസ്ലിനുമായിട്ട് വേറൊരു ട്രിക്കുണ്ട്. ടൂത്ത് പേസ്റ്റ് ഇല്ലേ വീട്ടിൽ, ഏത് ടൂത്ത് പേസ്റ്റ് ആണെങ്കിലും മതി. 1 ടേബിൾ സ്പൂൺ വാസ്ലിൻ എടുക്കുക, 1 ടേബിൾ സ്പൂൺ
ഈ പിന്നെ ടൂത്ത് പേസ്റ്റും എടുക്കാം. അത് 2 നേരം ഒരു ചെറിയ ഗ്ലാസ്സിൽ നല്ലപോലെ മിക്സ് ചെയ്ത് ആ ക്രീം നല്ലപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് കണ്ണടയോ സൺഗ്ലാസ്സോ നമ്മുടെ വീട്ടിലുള്ള വിൻഡോ ഒക്കെ ക്ലീൻ ചെയ്യാൻ ഇത് ഉപയോഗിക്കാം കേട്ടോ. ഈ മിശ്രിതം ലെൻസ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. ഇത് നല്ലപോലെ തിളങ്ങും. പരീക്ഷ നോക്കിയിട്ട് പറയണം കേട്ടോ. പിന്നെ ഇനി അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞില്ലേ ഈ സിനമൺ, ഇതിൻ്റെ പൗഡർ ഇടണം കേട്ടോ. ഈ പൗഡർ ഈ പൊടിയായിട്ടുള്ളത് വാസ്ലിനിൽ നന്നായിട്ട് കലക്കണം, നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ടത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. അത് നല്ലൊരു ഗ്ലോ സ്കിന്ന് തരും കേട്ടോ. ഈ 3ഉം ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻ്റ് ഇടണം. ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബലം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ ബലം ചെയ്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ സിമ്പിളായിട്ടുള്ള അഫോർഡബിളായിട്ടുള്ള സ്കിൻ കെയർ എല്ലാം നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. വാസ്ലിൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ്, അത് മറക്കരുത്. വാസ്ലിൻ കൊണ്ട് ഇത്രയും ഫലപ്രദമായ ഒരു ഗ്ലോ സ്കിന്ന് ലഭിക്കുമെന്ന് നിങ്ങൾക്കറിയാമായിരുന്നോ? ഇല്ലല്ലേ? അത് ട്രൈ ചെയ്യണം. ഇപ്പോൾ പരീക്ഷിച്ച് നോക്കൂ, കമൻറ്റിൽ അതിൻ്റെ ഫലം പറയൂ. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നിങ്ങളുടെ അടുത്ത് വീണ്ടും ഒത്തിരി ടിപ്സുമായിട്ട് വരുന്നതായിരിക്കും. അതുവരെ വീണ്ടും കാണാം. ഗ്ലോ വിത്ത് ഗ്രേസ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ ബ്യൂട്ടി ഹെൽത്ത് ടിപ്സ്, ഫ്ലോലെസ് വിത്ത് ഗ്രേസ്. താങ്ക് യു. എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം കേട്ടോ.